അങ്ങ് ദൂരെ മഞ്ഞു പുതച്ച മലനിരകൾക്കിടയിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഒരു കാടുണ്ട്. അവിടെ ആ മരങ്ങൾക്കിടയിൽ എന്തോ ഒന്നണങ്ങുന്നു. മീര ഭയത്തോടെ നോക്കി. അവളുടെ കയ്യിലെ മാന്ത്രിക കോമ്പസ് ദിശ തെറ്റി വട്ടം കറങ്ങുകയാണ്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് 2 തിളങ്ങുന്ന കണ്ണുകൾ. ഭയപ്പെടേണ്ട മീര, അത് കിച്ചുവാണ്. വാലിൽ സ്വർണ്ണവെളിച്ചം ഒളിപ്പിച്ച ഒരു കുട്ടി പാണ്ട. കിച്ചു ദൂരേക്ക് വിരൽ ചൂണ്ടി. അവിടെ വലിയൊരു ചുഴറ്റിക്കാറ്റ് മലയെ വിഴുങ്ങുന്നു. അവർ ഓടുകയാണ്. അവർക്ക് മുന്നിൽ കാട് വഴിമാറിക്കൊടുക്കുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നൊരു കൂറ്റൻ പാറക്കല്ല് അവർക്ക് നേരെ വീഴുന്നു. പക്ഷെ കിച്ചു തന്റെ വാല് വീശി ആ കല്ലിനെ വായുവിൽ മരവിപ്പിച്ചു നിർത്തി. അവർ ചെന്നെത്തിയത് ഒരു കൂറ്റൻ ഗുഹയുടെ മുന്നിലാണ്. ഒരു രാക്ഷസന്റെ വായ പോലെ തുറന്നിരിക്കുന്ന ഗുഹ. ഉള്ളിൽ നിന്ന് ആരോ അവരെ വിളിക്കുന്നു. മീര അകത്തേക്ക് ചുവടുവെച്ചതും ധും! ഒരു ഭീമൻ കല്ല് വന്ന് ഗുഹയുടെ വാതിലടച്ചു. അവരിപ്പോൾ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു. മുന്നിൽ വലിയൊരഗാധമായ കുഴി. ആകാശത്തൊഴുകി നടക്കുന്ന കല്ലുകൾ മാത്രമാണ് അപ്പുറത്തെത്താനുള്ള വഴി. മീര ഒരു കല്ലിലേക്ക് ചാടി. പെട്ടെന്നൊരു കല്ല് അപ്രത്യക്ഷമായി. മീര വായുവിൽ തൂങ്ങി നിൽക്കുന്നു. കിച്ചു തന്റെ മാന്ത്രിക ശക്തിയാൽ അവളെ ഉയർത്തി അപ്പുറത്തെ കരയിലെത്തിച്ചു. അവിടെ ഒരു സ്വർണ്ണവാതിൽ. അതിന് കാവലായിരിക്കുന്ന ഒരു ഡ്രാഗൺ ശില്പം. മീര അതിന്റെ കയ്യിലെ താക്കോലെടുക്കാൻ ശ്രമിച്ചതും ആ ശില്പം കണ്ണു തുറന്നു. ഡ്രാഗൺ ആളിപ്പടരുന്ന മഞ്ഞു തുപ്പുകയാണ്. കണ്ണ് കാണാൻ കഴിയാത്ത വിധം മഞ്ഞു പടരുന്നു. കിച്ചു എവിടെ? മീര ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മഞ്ഞിനിടയിലൂടെ ഒരു ശബ്ദം. അത് കിച്ചുവായിരുന്നു. അവൻ ആ വലിയ ഡ്രാഗണിന്റെ മൂക്കിൽ കയറിയിരിക്കുന്നു. ഡ്രാഗൺ അതാ ഉച്ചത്തിൽ തുമ്മുന്നു. മഞ്ഞൊഴിഞ്ഞുപോയി. സത്യത്തിൽ അതൊരു ജീവനുള്ള ഡ്രാഗൺ ആയിരുന്നില്ല, ഒരു വലിയ യന്ത്രം. പെട്ടെന്ന് ആ ഡ്രാഗൺ ഒരു പടിക്കെട്ടായി മാറി. മുകളിൽ ഒരു മാന്ത്രിക കണ്ണാടി. അതിൽ മീര തന്റെ ഗ്രാമം കണ്ടു. പക്ഷെ അവളുടെ വീടിനു ചുറ്റും കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടുന്നു. പെട്ടെന്ന് കണ്ണാടിക്കരികിൽ ഒരു പുരാതന വാള് തെളിഞ്ഞു വന്നു. മീര ആ വാള് കയ്യിലെടുത്തതും അവളുടെ പുറകിൽ മനോഹരമായ ചിറകുകൾ മുളച്ചു. ഗുഹയുടെ മേൽക്കൂര തകർത്ത് അവർ ആകാശത്തേക്ക് പറന്നുയർന്നു. ആകാശത്ത് കറുത്ത കാറ്റിന്റെ മാന്ത്രികൻ അവരെ കാത്തിരിക്കുന്നു. അവൻ മീരയ്ക്ക് നേരെ ഇടിമിന്നലുകൾ അയച്ചു. കിച്ചു തന്റെ വാലുകൊണ്ട് ആ മിന്നലുകളെ തടഞ്ഞു. മീര താഴേക്ക് കുതിച്ചു. അവളുടെ വാളിൽ നിന്ന് പുറപ്പെട്ട നീല വെളിച്ചം ഇരുട്ടിനെ തുളച്ചു കയറി. മാന്ത്രികൻ പുകയായി മാറാൻ ശ്രമിച്ചെങ്കിലും കിച്ചു അവനെ വരിഞ്ഞു മുറുക്കി. മീര തന്റെ വാളുകൊണ്ട് നിലത്തൊരു മാന്ത്രിക വല വരച്ചു. ഇരുട്ടിന്റെ ശക്തികൾ ആ വലയ്ക്കുള്ളിൽ തടവിലായി. ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു. പൂക്കൾ വിരിഞ്ഞു. അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്.